This video is a part of the PhD research work of Jayashree MP at Banaras Hindu University, Varanasi under the guidance of Professor Dr. Kalyan Khade. The topic of research is connected with the socio-cultural relevance of coconut. In this episode, Sanskrit Pandit Dr. T.P. Radhakrishnan Namboothiri explains a verse in Sanskrit comparing good people to coconut and the fake ones with the easily perishable berries. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരംബ്രഹ്മ ഭാസതാം പുരതോമമ. നാളികേരത്തിൻ്റെ മാഹാത്മ്യം സംസ്കൃത ഗ്രന്ഥങ്ങളിലെല്ലാം നാരികേലം എന്നുണ്ടാവും. രലയോരഭേദ അങ്ങനെ നിയമം തന്നെയുണ്ട്. അതുകൊണ്ട് നാളികേരെന്നും നാലികേരം അങ്ങനെ പലതരത്തിലും ഇത് പ്രയോഗത്തിലുണ്ട് നടത്തും. അപ്പോൾ അതിൽ ഈ വളരെ ഫേമസ് ആയിട്ടുള്ളതാണ് ഹിതോപദേശം എന്ന് പറയുന്നത്. ഹിതോപദേശത്തിൽ സുഹൃജനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നല്ല സുഹൃത്തുക്കൾ എങ്ങനെയുണ്ടാവണം? നാരികേല സമാകാര ദൃശ്യന്തേപി ഹി സജ്ജന അന്യേ ബദരികാകാര ബഹിരേവ മനോഹര. നാളികേര സമാകാരാഹ, നാളികേര സമാകാരാഹ, നാളികേരത്തിൻ്റെ ആകാരം പോലെ ഇരിക്കും ആര് ആര് സുഹൃജനങ്ങൾ. നാളികേരം പോലെ തന്നെ ഉണ്ടാവും. എങ്ങനെ വെച്ചാൽ പുറമേ കുറച്ച് ഹാർഡായിരിക്കും, ഉള്ളിൽ വീണ്ടും ഹാർഡായിരിക്കും. പക്ഷേ അതിൻ്റെ ഉള്ളിലെത്തുമ്പോഴേക്കും അതിൻ്റെ വെള്ളത്തിൻ്റെ മധുരവും അതുപോലെ അതിൻ്റെ കാമ്പിൻ്റെ ഗുണവും ഇതൊക്കെ ഒരു സുഹൃജനങ്ങളായിട്ട് നല്ല സുഹൃത്തുക്കളെ ഉപമിക്കാൻ നാളികേരത്തിന് ഹിതോപദേശത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നല്ല സുഹൃത്തുക്കളല്ലാത്തതോ ബദരീഫലം, കാണാൻ നല്ല ചോദന നല്ല വെളുത്ത നല്ല ഗംഭീരമായിട്ടില്ലേ, ഭംഗിയുണ്ട്. പക്ഷേ എന്താ ഹൈലി പെരിഷബിളാണ്. 10 മിനിറ്റ് വെച്ചാൽ എന്തായി പോകുമ്പോൾ വെയിൽ കൊണ്ടാലോ ഇത് കൊണ്ടാലോ പോയി പോകും. നാളികേരം പോലെ അത്ര അതിൻ്റെ ഉള്ളിലുള്ള അതിൻ്റെ ഫലത്തിൻ്റെ ഗുണവും ഒന്നുമില്ല ഈ ബദരി ഫലത്തിന് ഇല്ലാന്നർത്ഥം. അപ്പോൾ സുഹൃജനങ്ങളെ വിഷയം ഇത്രയേ ഉള്ളൂ. സുഹൃജനങ്ങളെ നാളികേര ഫലത്തിനോടുകൂടി ഉപമിച്ചു. അതായത് നല്ല സുഹൃത്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണം? നാളികേര ഫലം പോലെ ഇരിക്കണം എന്ന് ഹിതോപദേശത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. നാരികേല സമാകാര ദൃശ്യന്തേപി ഹി സജ്ജന അന്യേ ബദരികാകാര ബഹിരേവ മനോഹര.